ശക്തമായ കാറ്റും മഴയ്ക്കുമൊപ്പം കാട്ടാന ഭീതിയിലുമാണ് ചിന്നക്കനാൽ സിംഗകണ്ഠത്തെ നാട്ടുകാർ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച് നാശം വിതയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന സിംഗകണ്ഠത്തെ വീടിടിച്ചു നിരത്തി. രണ്ടാം തവണയാണ് അമുദ സുരേഷിന്റെ വീട് ചക്കക്കൊമ്പൻ തകർക്കുന്നത്. ശക്തമായ കാറ്റും മഴയുമാണ് ചിന്നക്കനാൽ സിംഗകണ്ഠം മേഖലയിൽ അനുഭവപ്പെടുന്നത്. ഇതിനോടൊപ്പമാണ് കാട്ടാനകളും നാട്ടിൽ നാശം വിതയ്ക്കുന്നത്. ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ജനവാസ മേഖലയിൽ നിന്നും കാട് കയറുവാൻ തയ്യാറായിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിരവധി ആക്രമണങ്ങളാണ് പ്രദേശത്ത് ചക്കക്കൊമ്പൻ നടത്തിയത്. കഴിഞ്ഞ ദിവസം ബീൽറാവിലെ റേഷൻ കട തകർത്തിരുന്നു. ഇന്നലെ രാത്രിയിലെത്തിയ കൊമ്പൻ സിംഗകണ്ഠത്തെ ഒരു വീട് ഇടിച്ചു നിരത്തി. അമുദ സുരേഷിന്റെ വീടാണ് ഇടിച്ചു തകർത്തത്. കുട്ടികളുമായി അമുദ തമിഴ്നാട്ടിൽ പോയിരുന്നതിനാൽ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപകടമൊഴിവായി. ഇത് രണ്ടാം തവണയാണ് ചക്കക്കൊമ്പൻ തന്റെ വീട് തകർക്കുന്നതെന്ന് അമുദ സുരേഷ് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4 മാസത്തേക്ക് മുമ്പിൽ വന്നിട്ട് യാണ തട്ടി ഈ വീട്. അന്നേരവും ഗവൺമെൻറ്റുമായിട്ടോ ഇതുമായിട്ടോ എനിക്ക് ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ രണ്ടാമത്തെ ഇന്നലെ ഞാൻ നാട്ടിനെ എനിക്ക് 2 പിള്ളേരുള്ളതാണ് മക്കൾ. ഒരാൾ 5ലും ഒരാൾ 1ാം ക്ലാസ്സിൽ ഈ വർഷം ചേർക്കണം. എനിക്ക് 2 പിള്ളേരുണ്ട്. ഇപ്പോൾ ഈ മഴയും കാറ്റത്ത് കറണ്ടില്ല എനിക്ക് ഈ വീട്ടിലേക്ക്. കറണ്ടും ഇല്ല, അങ്ങനത്തെ സംവിധാനവും എനിക്കില്ല, വീടില്ല. എനിക്കിപ്പോൾ യാണ വന്നിട്ട് ഇപ്പോൾ തട്ടി. ഇപ്പോൾ ഞാൻ 2 പിള്ളേരുമായിട്ട് ഇതിനകത്ത് കിടക്കുവാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കൂട്ടി മുറിച്ച് മൊത്തത്തിൽ കളഞ്ഞനെ ഞങ്ങൾ. ഇപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ ഓടി ചാടിക്കുകയാണെങ്കിൽ പറഞ്ഞ തപ്പിച്ച് പോകണമെങ്കിൽ എനിക്കിത് ഗവൺമെൻറ്റുമായിട്ടോ എന്നാ ചെയ്യുവാണെങ്കിൽ എനിക്കിതിനൊരു തീരുമാനം വേണം, കറണ്ട് വേണം. ഏതാനും മാസം മുമ്പ് ചക്കക്കൊമ്പൻ ഇതേ വീട് തകർത്തതിന് ശേഷം കടം വാങ്ങിയും മറ്റുമാണ് 2 മുറികളുള്ള ഈ ചെറിയ വീട് നിർമ്മിച്ചത്. ഇതും തകർത്തതോടെ കൊച്ചുകുട്ടികളുമായി ഇനി എവിടേക്ക് പോകുമെന്ന ആശങ്കയിലാണ് കുടുംബം. നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കുവാൻ വനം വകുപ്പ് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.